ഞാനാക്കിയത് പോസ്റ്റൽ ടെലിഫോൺ ജീവനക്കാരാണ് എന്ന് വിശ്വസിക്കുന്ന ആൾ കൂടിയാണ്. മുരളി ഇവിടെ സംസാരിക്കുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. എനിക്ക് ഒരു ക്ലാസ് എടുക്കുന്ന രൂപത്തിൽ ഈ അദ്ദേഹം പിരിയുമ്പോൾ ഇന്നത്തെ നമ്മുടെ അവസ്ഥ എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. ഞാൻ 79 വക്കീലാവുമ്പോൾ 5 പൈസ കയ്യിലില്ലാതെ, 5 പൈസ വരുമാനമില്ലാതെ ഉണ്ടായിരുന്ന ഒരു ജോലിയും ഇട്ടെറിഞ്ഞിട്ട് വക്കീൽപ്പണിയിൽ വരുമ്പോൾ സത്യം പറഞ്ഞാൽ അന്താളിച്ച് നിൽക്കുമ്പോൾ അന്ന് NPE അല്ല NPT ആണ്. NPTയുടെ ഇവിടുത്തെ ലോഡ്ജിലാണ് എനിക്ക് ആദ്യമായിട്ട് അഭയം തരുന്നത്. അന്ന് എൻ്റെ പോക്കറ്റിൽ എത്ര പൈസ ഉണ്ടെന്ന് അവിടുത്തെ ആരും നോക്കിയിട്ടില്ല. ഭക്ഷണം തന്നിരുന്നു. അത്യാവശ്യം വേണമെങ്കിൽ ചില പോക്കറ്റ് വഴി വേണമെങ്കിലും തരാമെന്ന് ശശിയേട്ടനെ കൂടി കൊണ്ടുപോകും. അങ്ങനെ അവരുടെ പരിലാളനമേറ്റ് ഒരു പക്ഷേ ആ ഒരു നേരത്തെ ലോഡ്ജിൽ ചെന്ന് പറ്റാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതം ഇവിടെ എത്തുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ തീർച്ചയായിട്ടും 60 വയസ്സിൻ്റെ ഓജസ്സുമായിട്ട് മുരളി ഇവിടെ നിന്ന് പിരിയുന്നു. സംഘടനയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തന കാലത്ത് എല്ലാ രീതിയിലും ഒരു നേതൃത്വ പദവിയിൽ നിന്നുകൊണ്ട് എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് പോകാൻ, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുക, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുക എന്ന് പറയുന്ന വിഷയത്തിൽ മനസ്സിൽ ഒരു ഊഷ്മളമായ ഒരു അനുഭവമായിരുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം, ആരെയും പിണക്കിട്ടില്ല, എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം ഏത് പ്രശ്നത്തെയും വളരെ ലാഘവത്തോടെ കൈകാര്യം ചെയ്ത് ഒരു ടെൻഷനുമില്ലാതെ സംഘടനാ പ്രവർത്തനം കൊണ്ടുപോയ നേതാവായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ പണിയിറങ്ങുന്ന സമയത്ത് നമുക്കിങ്ങനെ കൂടി ചേരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട്. എല്ലാ രീതിയിലുള്ള ഭാവങ്ങളും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.